ഹലോ അമ്മാമ്മയും കുഞ്ഞൂസിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഇതെന്ത് സാധനമാണത്? പൊട്ടുവെള്ളരി വെച്ച് എന്താ നമ്മ ഉണ്ടാക്കാൻ പോകുന്നത്? ജ്യൂസ്. അപ്പൊ നമുക്ക് പൊട്ടുവെള്ളരി വെച്ച് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ? സാധനങ്ങളാണ് ഇവിടെ. പൊട്ടുവെള്ളരി ഇരിപ്പുണ്ട്, പഞ്ചസാര ഇരിപ്പുണ്ട്, തേങ്ങ ഇരിപ്പുണ്ട്, ഒരു ചെറിയ തേങ്ങയുടെ പകുതിയാണിത്, അതെടുത്തിട്ടുണ്ട്, കുറച്ച് ഏലക്കായപ്പൊടി ഉണ്ട്. നമുക്കിത് വെച്ച് എങ്ങനെയാണ് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഈ പൊട്ടുവെള്ളരി ഞാൻ ഇതേ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ദേ ഇവിടെ ഒരു ബൗളിലാക്കിയിട്ടുണ്ട്. പിന്നെ അതിന്റെ കുരുവാണിത്. ആ കുരു ഞാൻ വേറൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അതടിച്ചിട്ട് അതിന്റെ സിറപ്പ് മാത്രമായിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യണേന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇത് നമ്മ ഇപ്പൊ മിക്സിയിൽ വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഒഴിച്ച് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഈ പൊട്ടുവെള്ളരി നമുക്ക് ഏറ്റവും നല്ല ഒരു ഇതാണ്. ഇപ്പൊ നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ എല്ലാം നമുക്ക് പൊട്ടുവെള്ളരി കഴിക്കണം നല്ലതാണ്. നമുക്ക് പൊട്ടുവെള്ളരി എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, എല്ലാവർക്കും ഇഷ്ടമാകും. ഈ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാകും. അപ്പൊ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ നമുക്കിത് കിട്ടും. ഇതിന്റെ ജ്യൂസൊക്കെ നമുക്ക് മുഴുവനും പുറത്ത് ജ്യൂസൊക്കെ നമ്മൾ മുഴുവൻ എടുത്തിട്ട് അതിന്റെ കുരു മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ തേങ്ങയും കൂടി നമുക്ക് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പൊ ഞാൻ ആ തേങ്ങ ഇവിടെ അടിച്ചെടുത്ത് അതിന്റെ പാല്, ആ ഒന്നാം പാല് മാത്രമായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് അടിച്ച് അരിച്ചെടുത്തതാണ്. ഇതുകൊണ്ട് ഇത് നമുക്ക് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് എല്ലാം കൂടി ആക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തേങ്ങാപ്പാല് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. നല്ല സാധനമുണ്ട്, എല്ലാവർക്കും നല്ല ഇഷ്ടമാണതാണിത്. ഈ പഞ്ചസാര ഉണ്ട്, 3/4 കപ്പ് പഞ്ചസാരയാണ്. ഈ പഞ്ചസാരയും നമുക്ക് അതിനകത്തോട്ട് ഇടാം. കുറച്ച് ഏലക്കായപ്പൊടി അതും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഏലക്കായപ്പൊടി ഇഷ്ടമില്ലാത്തവരെ ഇടണ്ടട്ടാ, നമുക്ക് ഓപ്ഷനിലാണ്, പറഞ്ഞതാണ്. അപ്പം അത് കാരണം നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പം ഞാനപ്പോൾ ഇത് തേങ്ങാപ്പാലെല്ലാമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, മധുരം ഇട്ടിട്ടുണ്ട്, ഏലക്കായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ചിങ്ങനെ കട്ട പോലെ വെക്കണം കേട്ടോ. ഇത് നമുക്ക് ജ്യൂസ് അടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞ പോലെ നമുക്കിങ്ങനെ ഒരു സ്പൂൺ വെച്ചാൽ അല്ലെങ്കിൽ കൈ വെച്ചാൽ നല്ലോണം ഒന്ന് ഉടച്ചെടുത്താൽ മതി. നമുക്കിതിന് ഒരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമാകും. നല്ലോണം തണുപ്പിച്ചൊക്കെ കഴിക്കണം. തണുപ്പില്ല ഇഷ്ടമില്ലാത്തവർ അല്ലാതെ കഴിക്കണമല്ലോ. അപ്പം നമ്മൾ ഇതൊരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പൊട്ടുവെള്ളരി ജ്യൂസ് ഞാനൊരു ബൗളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ജ്യൂസ് ട്രൈ ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് മധുരം ഉണ്ടാന്ന് നോക്കട്ടെ. മധുരം ഉണ്ടാന്ന് നോക്കാനായിട്ട് കുഞ്ഞൂസിന് കിട്ടില്ല. കുഞ്ഞൂസിന് ഇത്തിരി നേരം പിടിച്ചിട്ട് കുഞ്ഞൂസ് ഓടിക്കളയും. അപ്പം ഞാൻ ഇത് ഒരു ബൗളിൽ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ടേസ്റ്റ് ചെയ്യാനുള്ള ആളുകൾ ആരും വിളിച്ചാൽ ആരും വരില്ല. അപ്പം അത് കാരണം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ആരും ടേസ്റ്റ് ചെയ്താൽ വിളിക്കാൻ ആരും ഇല്ല ഇവിടെ. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കണേന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടാവും, രക്ഷയില്ല കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ചൂടിനെ പ്രതിരോധിക്കാനൊക്കെ എല്ലാം നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എനിക്ക് ലൈക്ക് ചെയ്യണം, അഭിപ്രായം പറയണം. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.